ടണൽ പ്രോജക്റ്റ് വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്റ്റ് അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും, ഒരു സംശയമില്ല. വയനാട് തുരങ്ക നിർമ്മാണത്തിന്റെ ആദ്യ ബ്ലാസ്റ്റിംഗ് പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാറ തുറക്കലിന് സ്വിച്ച് ഓൺ നിർവഹിച്ചു. 2135 കോടിയുടെ വമ്പൻ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ചുരത്തിൽ കുരുങ്ങാതെ വയനാട്ടിലെത്താം. സന്തോഷത്തോടെയും അഭിമാനത്തോടെയും വലിയ പ്രതീക്ഷയോടെയും എല്ലാവരുടെയും അനുമതിയോടെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. അങ്ങനെ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഫസ്റ്റ് ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി നിർവഹിച്ച് കഴിഞ്ഞു. അല്പസമയം മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം വേദിയിൽ സൂചിപ്പിച്ചത് പലതരത്തിൽ പദ്ധതിക്കെതിരെ നടന്ന ശ്രമങ്ങൾ കൂടി ഈ ബ്ലാസ്റ്റിലൂടെ അവസാനിക്കുകയാണ് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി അതിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ പദ്ധതി പ്രദേശത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി കാണാം. ഈ പാറയടക്കം തുരന്നാണ് മുന്നോട്ട് പോകേണ്ടത്. അതിന്റെ ആദ്യ പ്രവൃത്തിയാണ് നടന്നത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കണ്ടത്. ആ പദ്ധതി പ്രദേശത്ത് നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുന്നു. ദൃശ്യങ്ങളടക്കം കാണാനുള്ള സൗകര്യം ഒരു പ്രത്യേക വേദിയിൽ ഒരുക്കിയിരുന്നു. അവിടെ വെച്ചാണ് ഈ സ്വിച്ച് ഓൺ കർമ്മവും നടന്നത്. മുഖ്യമന്ത്രിയാണ് അല്പസമയം മുൻപ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. നാട്ടുകാരിൽ ഒരാളുടെ പ്രതികരണം ജോഷി ശ്രദ്ധിച്ചിരുന്നു. ഈ ഒരു വ്യക്തി പറഞ്ഞതാണ്, എനിക്കിനി പച്ചക്കറി വാങ്ങാനായിട്ട് 18 കിലോമീറ്റർ സഞ്ചരിച്ച് തിരുവമ്പാടിയിൽ പോകണ്ട, ഈ തുരങ്കപാത യാഥാർത്ഥ്യമായാൽ 8 കിലോമീറ്റർ അപ്പുറത്തെ മേപ്പാടിയിൽ പോയി പച്ചക്കറി വാങ്ങി വരാൻ കഴിയുമെന്ന്. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഉള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായിട്ടുള്ള വയനാട് തുരങ്ക നിർമ്മാണത്തിന് ഔദ്യോഗികമായി തുടക്കമായിരിക്കുന്നു. നേരത്തെ 5 മാസം മുൻപ് മുഖ്യമന്ത്രി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചിരുന്നെങ്കിലും ഇന്നാണ് പാറ തുരന്നുള്ള തുരങ്ക നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. എനിക്ക് പിറകിൽ കാണുന്ന ആ നിർമ്മാണ സൈറ്റിൽ സ്ഫോടനം മുഖ്യമന്ത്രി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചതോടുകൂടി സ്ഫോടനം നടത്തി പാറ പൊട്ടിച്ചു മാറ്റുന്ന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമാകുന്നത്. ഇനി 4 വർഷത്തിനുള്ളിൽ 8.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന തുരങ്കത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഇത് കാണിക്കുന്നത്. 8.7 കിലോമീറ്റർ നീളമുള്ള നിർദ്ദിഷ്ട വയനാട് ഇരട്ട തുരങ്കത്തിന്റെ നിർമ്മാണത്തിനാണ് തുടക്കമായത്. കൂറ്റൻ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ച് പാറകളിൽ തുളകളിട്ട ശേഷം സ്ഫോടനം നടത്തി പാറ പൊട്ടിച്ചു നീക്കിയാണ് തുരങ്കം നിർമ്മിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥലം സന്ദർശിച്ച് പദ്ധതി വിലയിരുത്തിയ ശേഷമായിരുന്നു സ്വിച്ച് ഓൺ കർമ്മം. പിണറായി വിജയൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണെന്നും അനാവശ്യ വിവാദങ്ങൾക്ക് നേരെയുള്ള ബ്ലാസ്റ്റിംഗ് കൂടിയാണ് നടന്നതെന്നും ചടങ്ങിന് അധ്യക്ഷത വഹിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിലെടുത്തിട്ടുള്ള നിലപാട് അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. കേരള ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയും നേരിടാത്ത പ്രതിസന്ധികളെയെല്ലാം മുഖാമുഖം നേരിട്ട, അതിനെ തരണം ചെയ്ത ഇരട്ടച്ചങ്കനായി, ക്യാപ്റ്റനായി ഒടുവിൽ പിണറായി വിജയനെ കേരള ജനത അംഗീകരിച്ചിരിക്കുകയായിരുന്നു. രാഷ്ട്രീയമായി ഒരിടത്തും തോറ്റിട്ടില്ല പിണറായി വിജയൻ. തല കുനിച്ചിട്ടില്ല ഒന്നിനു മുന്നിലും ഒരിടത്തും. തോൽവി സമ്മതിച്ചിട്ടുള്ളത് പാർട്ടിയോട് മാത്രമാണ്. ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങളിൽ മതിമറന്നിട്ടില്ല. ആവേശം കൊള്ളിക്കുന്നത് പാർട്ടിയാണെങ്കിൽ പോലും പാർട്ടിക്കാരനാണെന്നത്